Hello, hi, it's me, Mr. Creator, and welcome to the world of customer psychology with review പറയുക. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്തത് കസ്റ്റമർ ജേർണി മാപ്പിംഗ് എന്ന് പറഞ്ഞ ടോപ്പിക് ആയിരുന്നു. അതോടൊപ്പം തന്നെ എങ്ങനെ ഒരു ഒരു ബിസിനസ് മാൻ കസ്റ്റമറിനെ വേദിക്ക് ആവാഹനം ചെയ്ത് അവരുടെ ആംഗിളിൽ എങ്ങനെ ലുക്ക് ഔട്ട് ചെയ്യേണ്ടതുള്ള കാര്യങ്ങൾ നമുക്ക് കഴിഞ്ഞ വീഡിയോ കവർ ചെയ്തു. അത് കാണാത്തവരുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് പോയി വാച്ച് ചെയ്യണം. ഞാൻ ഇൻഫോ ടാബിൽ ടാഗ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയതിന്റെ കണ്ടിന്യൂഷൻ. ലാസ്റ്റ് നമ്മൾ എന്താ പറഞ്ഞു നിർത്തിയത്? നമ്മുടെ ആപ്പിൾ പോലുള്ള ബിസിനസ്സുകൾ നമ്മുടെ കസ്റ്റമേഴ്സിനെ ഹാക്ക് ചെയ്തിട്ടുണ്ട്. ആ ഹാക്ക് ചെയ്തത് എങ്ങനെ ആയിരിക്കാം എന്നുള്ള കാര്യം നമുക്ക് പറയാം. അപ്പൊ നേരിട്ട് നമുക്ക് റിവ്യൂലായിട്ട് കിടക്കാം. ആപ്പിളിന്റെ കേസാണ് സ്ഥിരം നമ്മൾ പറയാറുള്ളത്. ആപ്പിളൊക്കെ നമ്മൾ ആപ്പിൾ യൂസേഴ്സ് ട്രാപ്ഡ് ആണെന്നുള്ള കാര്യമൊക്കെ നമ്മൾ മുന്നേ എല്ലാവരും ഡിസ്കസ് ചെയ്യണതാണ്. ഷസാമൊക്കെ പറയാനാണ്. അതായത് അവിടെ നടക്കുന്ന എന്താണ്, എന്തുകൊണ്ടാണ് ഒരാൾ ഐഫോൺ വാങ്ങുന്നത് വെച്ച് കഴിഞ്ഞാൽ സിംപ്ലി പറയാൻ നല്ല ബ്രാൻഡാണ് എന്നാണ് പറയാം. ബ്രാൻഡിനപ്പുറം കുറച്ചുകൂടി ഞാൻ പറയാ വെച്ചാല് എന്താ പറയാ, ആൾക്കാർക്ക് സാധനം വാങ്ങും, ഒരു വിലയുള്ള സാധനം വാങ്ങി എന്നുള്ള ഒരു പ്രീമിയം ഫീൽ കിട്ടാൻ. അതെ, ഒരു ഫീൽ ഏറ്റവും കണക്റ്റഡ് ആയിട്ടാണ് പലപ്പോഴും ബ്രാൻഡിനെ കാണുന്നത്. പക്ഷെ നമ്മുടെ നാട്ടില് ബ്രാൻഡിങ് എന്ന് പറഞ്ഞ സമയത്ത് ലോഗോ, കളറ്, ഫോണ്ട് ഇങ്ങനത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുക ചെയ്യുക. അതായത് ബിസിനസ് റിലേറ്റഡ് ആയിട്ടാണ് ബ്രാൻഡിനെ എടുക്കുന്നത്. നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യേണ്ടതും ഈ പറഞ്ഞ പോലെ ഇവരൊക്കെ എങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് എന്താ പറയാ സക്സസ്കൾ ഉണ്ടാക്കുകയും കസ്റ്റമേഴ്സിനെ കൊണ്ട് അക്സെപ്റ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്യുക. നമ്മൾ പ്രിയദർശന്റെ കാര്യം മുന്നേ പറഞ്ഞിരുന്നു. കണ്ടിന്യൂസ്ലി സക്സസ് ആണ്, കണ്ടിന്യൂസ്ലി ആൾക്കാരെ കൊണ്ട് എന്റർടൈൻ ചെയ്യിപ്പിക്കുകയാണ്, കണ്ടിന്യൂസ്ലി ആൾക്കാരെ കൊണ്ട് പർച്ചേസ് ചെയ്യിപ്പിക്കുകയാണ്. നോളന്, ഇപ്പൊ എലൺ മസ്ക്, ഇവരൊക്കെ എന്താണ് ഒരു എന്താ പറയാ, ഇപ്പൊ ടൊയോട്ട പോലത്തെ ബ്രാൻഡുകളൊക്കെ ആ പേരിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യാനുള്ളതിന്റെ ഒരു മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ അവർ ബ്രാൻഡായി എന്നുള്ളതാണ്. ഇപ്പൊ ബ്രാൻഡ് എന്ന് പറയുമ്പോൾ പലപ്പോഴും എന്താണ്, കുറേ കാലമായിട്ടുള്ള ബിസിനസ് അല്ലെങ്കിൽ വലിയ ബിസിനസ്സാണ് ബ്രാൻഡ്, അല്ലെങ്കിൽ പേര് കേട്ട ബിസിനസ്സാണ് ബ്രാൻഡ്. അപ്പോൾ ബിസിനസ്സുമായി ഉൾക്കൊണ്ട് മാത്രമാണ് പലപ്പോഴും ബ്രാൻഡ് ഡിസ്കസ് ചെയ്യുക. പക്ഷേ ബ്രാൻഡിനെ ഒന്ന് റീഡിഫൈൻ ചെയ്ത് പഠിച്ചാലാണ് നമുക്ക് നമ്മളുടെ ബിസിനസ് എന്നുള്ളതല്ല, നമ്മളെ പേഴ്സണലി ആണെങ്കിലും നമ്മൾ ഉണ്ടാക്കുന്ന എന്ത് കാര്യത്തിന് ഒരു ബ്രാൻഡ് ആക്കണമെങ്കിൽ എന്താണ് ബ്രാൻഡ് എന്നുള്ളത് കൃത്യമായിട്ട് പഠിക്കണം. കസ്റ്റമർ സൈക്കോളജി ആംഗിളിൽ ശരിക്ക് ബ്രാൻഡിന് വേറെ തന്നെ ഒരു അർത്ഥമുണ്ട്. അപ്പൊ അത് പലപ്പോഴും ആൾക്കാർ ഡിസ്കസ് ചെയ്യുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ നമ്മൾ ഇതുവരെ കണ്ടറിഞ്ഞിട്ടുള്ള ബ്രാൻഡ് അല്ല ശരിക്കും ബ്രാൻഡ്. അതെ, നമ്മളിപ്പോ ബ്രാൻഡിങ് ഇപ്പൊ ഗൂഗിളിലൊക്കെ ഇപ്പൊ ബിഹാൻസിലൊക്കെ ബ്രാൻഡിങ് പ്രൊജക്ട് എന്ന് കളിക്കുന്ന സമയത്ത് അധികം വരെ എന്താണ് ആ ഒരു പാക്കേജ് ഡിസൈൻ ഇങ്ങനെ ലോഗോ ഡിസൈൻ ചെയ്യുക, കളർ കോഡ് സെറ്റ് ആക്കുക, അതിനൊരു വാല്യൂ ഉണ്ടായില്ല. ഈവൻ ഗൂഗിളിൽ വാട്ട് ഈസ് ബ്രാൻഡിങ് ചോദിച്ചാൽ അവരെ ബിസിനസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഡെഫിനിഷൻസ് ആണ് കിട്ടുക. പക്ഷെ ഒരൊറ്റ ചോദ്യം, ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ, പിന്നെ നാട്ടിലൊക്കെ ഒരു ഡോക്ടർ ഉണ്ട്, KT മുഹമ്മദ് ഡോക്ടർ ഉണ്ട്. അപ്പൊ എന്തെങ്കിലും അസുഖങ്ങൾ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ വലിയ എന്തെങ്കിലും മുറിവ് ഒക്കെ ഉണ്ടാകുമ്പോൾ തുന്നിക്കെട്ടാൻ ഒക്കെ പറഞ്ഞ സമയത്ത് KT എല്ലാവരും ഇങ്ങനെ സജസ്റ്റ് ചെയ്യും. KT ഡോക്ടർ അല്ലെങ്കിൽ മമ്മൂട്ടി ഡോക്ടർ എന്ന് പറയാം, അല്ലെങ്കിൽ KT ഡോക്ടർ ചോദിക്കും മുറിയുണ്ടോ, KT കാണിച്ചില്ലേ എന്നൊക്കെ ചോദിക്കും. KT തന്നെ കാണിച്ചു കേട്ടോ, വേറെ ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഇത് ബ്രാൻഡാണ്, ഒരു തരത്തിലുള്ള ബ്രാൻഡാണ്. സജസ്റ്റ് ചെയ്യുന്നത് നമുക്കറിയാം, മൂപ്പർ ആ ഫീൽഡിൽ ബ്രാൻഡഡ് ആണ്. അല്ലെങ്കിൽ ആ നാട്ടിൽ, ഇപ്പൊ എന്റെ നാട്ടിൽ, പുറത്ത് എത്രത്തോളം ഉണ്ടാകുന്നില്ല, ഓരോ നാട്ടിലും ഓരോ ആവശ്യത്തിനൊക്കെ ഇത്തരത്തിൽ ബ്രാൻഡഡ് ആയിട്ടുണ്ടാവും. എന്നാൽ ഇതേ ആൾക്കാർ കുറച്ച് സീരിയസ് ആയിട്ടുള്ള കണ്ടീഷനിൽ മൂപ്പരുടെ അടുത്തേക്കല്ല പോവുക, അപ്പുറത്ത് ഹോസ്പിറ്റലിൽ മിംസിലോ അൽമാസിലൊക്കെ പോകുന്നുണ്ടാവും. അപ്പോൾ ഓരോ കാര്യത്തിന് ആൾക്കാർ ഓരോരുത്തർ ചോയ്സ് ആക്കി വേറെ ഒന്നും ചിന്തിക്കാതെ ആളെ ചൂസ് ചെയ്യുന്ന ഭാഗത്തൊക്കെ നമ്മൾ ബ്രാൻഡ് എന്ന് യൂസ് ചെയ്യാറുണ്ട്. മൂപ്പര ക്ലിനിക്കിന് ഒരു പേര് പോലും ഇല്ല, ബോർഡില്ല, ഒന്നുമില്ല. ഒരു 10-20 ഞാൻ ചെറിയ കുട്ടിയെ സമയത്ത് 20-30 കൊല്ലം മുന്നുള്ള എന്താണോ ക്ലിനിക്ക് അത് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഒരു ബോർഡ് പോലും വെച്ചിട്ടില്ല. പക്ഷെ സ്റ്റിൽ അയാൾ ബ്രാൻഡാണ്. അത് ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ആണ്. കാരണം ബോർഡും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ അത്രയും പേര് സജസ്റ്റ് ചെയ്തതാണ്. യെസ്, അപ്പൊ ബ്രാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഈ കാണുന്ന പോലത്തെ ഉള്ള ഇതിന്റെ അപ്പുറത്തേക്ക് ഏറ്റവും അടിപൊളിയായിട്ട് ബ്രാൻഡിനെ ഡിഫൈൻ ചെയ്തായിട്ട് എനിക്ക് കണ്ടിട്ടുള്ളത് ആമസോൺ സിഇഒ ആയിട്ടുള്ള ജെഫ് ബെസോസ് ആണ്. മൂപ്പര് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പറയുകയാണെങ്കിൽ നിങ്ങളില്ലാത്ത സമയത്ത് നിങ്ങളെക്കുറിച്ച് മറ്റുള്ള ആളുകൾ എന്താണ് സംസാരിക്കുന്നത് അതാണ് നിങ്ങളുടെ ബ്രാൻഡ് എന്നുള്ളതാണ്. അയ്യോ, അവിടെ എനിക്ക് വേറെ സാധനം, നമ്മളില്ലാത്ത സമയത്ത് കുറ്റം പറയുന്ന ആൾക്കാരുണ്ട്, അപ്പൊ നെഗറ്റീവ് ബ്രാൻഡാണ്. അത് നെഗറ്റീവ് ബ്രാൻഡ്. നല്ലത് പറയാന്ന് പോസിറ്റീവ് ബ്രാൻഡാണ്. അപ്പൊ കൂടുതൽ പേര് നല്ലത് പറയുന്നുണ്ടെങ്കിൽ, നല്ലത് പറയാ ചീത്ത പറയാന്നുള്ളതല്ല, അത് ഒരു സ്പെക്ട്രം ആണല്ലോ, ഓരോ ലെവലിലായിരിക്കും നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ അതെന്താണോ അതാണ് നിങ്ങളെ ബ്രാൻഡ് എന്നുള്ളതാണ്. അപ്പൊ അതിനെ ഹെൽപ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ആക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യണതിൽ ഒരു പൊട്ട് മാത്രമാണ് ഈ ലോഗോ, കളറ്, തീം കാര്യങ്ങളൊക്കെ. അതായത് നീ പറഞ്ഞു തരുന്നത് വെച്ചാൽ, നമ്മളൊരു ബ്രാൻഡ് എന്ന് പറയണമെങ്കിൽ നമ്മളില്ലാത്ത സമയങ്ങളിൽ പോലും നമ്മളുള്ള സമയത്ത് നല്ലത് പറയുണ്ടാവും, ചിലപ്പോൾ ചെറിയ നെഗറ്റീവ് ഒക്കെ പറയുണ്ടാവും. നമ്മളില്ലാത്ത സമയത്തും അതേ ലെവലിൽ ഇതിനെ പറഞ്ഞുകൊണ്ടിരിക്കണമെങ്കിൽ അത് അത്രയും വലിയൊരു ബ്രാൻഡാണ്. അതിൽ ശരിക്കും പറഞ്ഞാൽ 1% പോലും ഇല്ല ഈ ഡിസൈനും കാര്യങ്ങളിലൊക്കെ ഉള്ള ഇമ്പോർട്ടൻസ്. അതെ, അതായത് അത് ആ ബ്രാൻഡായിട്ട് ബിൽഡ് ചെയ്യാൻ കുറെ കാര്യങ്ങൾ ചെയ്യണം. അതിലൊരു കാര്യം മാത്രമാണത്. പക്ഷെ നമ്മളെ നാട്ടിൽ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ തന്നെ വരിക എന്താണ്, അതാണ് എല്ലാം ബ്രാൻഡിങ് എന്നുള്ള രീതിയിലുള്ളൊരു ഇന്റർപ്രിട്ടേഷനാണ് വരിക. ഞാൻ ഡിഫൈൻ ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വേറൊരു അർത്ഥത്തിൽ ഡിഫൈൻ ചെയ്ത് വെച്ചൊരു ഡെഫിനിഷൻ പറയാം. അതായത്
നമ്മളെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു പേഴ്സണിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിനെ കുറിച്ചോ, ബിസിനസ് ആയിക്കോട്ടെ, പേഴ്സൺ ആയിക്കോട്ടെ, ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, എന്തും എന്ത് വാട്ട് എവർ ഇറ്റ് ഈസ്, അതിന്റെ പ്രസൻസ് കൊണ്ടോ അല്ലെങ്കിൽ വേറെ ആളെങ്കിലും മെൻഷൻ ചെയ്യുമ്പോഴോ അതിന്റെ എന്തെങ്കിലും സയൻസ് പാക്കേജസ് എന്തും പേര് കേൾക്കുമ്പോഴോ കാണുമ്പോഴോ ഇവ മണക്കുമ്പോഴോ നമ്മളെ ഉള്ളിൽ എന്ത് ഫീലാണ് ജനറേറ്റ് ചെയ്യണത്, അതാണ് ബ്രാൻഡ് എന്നുള്ളതാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. ഇപ്പൊ നിർമ്മലിന്റെ ബ്രാൻഡ് എന്ന് പറയുമ്പോൾ ഈ ഇല്ലാത്ത സമയത്ത് അല്ലെങ്കിൽ ഈ ഉള്ള സമയത്തേക്കോട്ടെ എന്നെ കാണുന്ന സമയത്ത് എനിക്ക് എന്ത് ഫീൽ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ആളുകൾക്ക് എന്ത് ഫീൽ ചെയ്യുന്നു, ഈ ഇല്ലാത്ത സമയത്ത് എന്റെ പേരാരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് കേൾക്കുന്ന സമയത്ത് എന്ത് ഫീൽ ചെയ്യുന്നു, ഇത്തരം സാധനങ്ങളൊക്കെ എന്താണ് ആളുകളുടെ ബ്രെയിനിൽ അപ്പൊ പ്രൊജക്ട് ചെയ്യുന്നത്, അതെന്താണ് ഡൗട്ടാണ്. അപ്പൊ ഇതിൽ ഈ വോയിസ് കാര്യങ്ങൾ, സൗണ്ട് കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം എനിക്ക് പെട്ടെന്ന് വെച്ചിട്ട് ഈ കൊക്കോമെലൺ എന്ന് പറഞ്ഞ ബ്രാൻഡിന് കുട്ടികൾക്ക് ആ ഒരു ഇൻട്രോ ഒരു വോയിസ് ഉണ്ട്. അതാണ് ശരിക്കും കൊക്കോമെലൺ എന്നുള്ള ബ്രാൻഡ് പെട്ടെന്ന് മനസ്സിലാക്കുന്ന സംഭവം. അതേപോലെ തോന്നിയിട്ടുള്ളതാണ് ഗൂഗിൾ പേ. ഗൂഗിൾ പേന്റെ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ ഒരു സൗണ്ട് വരുന്ന സംഭവം. ഇതിൽ മനസ്സിലാക്കുന്ന വെച്ചാൽ കൊക്കോമെലന്റെ സൗണ്ട് ആണെങ്കിലും ഗൂഗിൾ പേന്റെ സൗണ്ട് ആണെങ്കിലും അതല്ല ബ്രാൻഡ്. അത് സംഭവിക്കുമ്പോൾ എന്താണ് നമ്മളുടെ ബ്രെയിനിൽ നടക്കുന്നത് അതാണ് പലപ്പോഴും അതാണ് ഫസ്റ്റ് പറഞ്ഞ സാധനമാണ് ബ്രാൻഡ് എന്ന് കരുതും. അതല്ല, അത് ഉണ്ടാവുന്ന സമയത്ത് എന്താണ് ആളുകളുടെ ബ്രെയിനിൽ ഫീൽ വരുന്നത്, എന്ത് ഇമേജ് ആണ്, എന്ത് പെർസെപ്ഷൻ ആണ് വരുന്നത്, അതാണ് ബ്രാൻഡ്. അപ്പൊ നീ പറഞ്ഞു തരുന്നത് ഇന്ന റീസൺ, ഇന്നൊരു സാധനം കൊണ്ട് മാത്രമാണ് ബ്രാൻഡ് എന്നല്ല, ഒരു സെറ്റ് ഓഫ് കാര്യങ്ങൾ കൊണ്ട് മനസ്സിൽ ഒരു ആളുടെ അല്ലെങ്കിൽ ഒരു കസ്റ്റമറിന്റെ മൈൻഡിലേക്ക് വരുന്നത് അവരുടെ ബ്രാൻഡ് നെയിം, അതാണ് ബ്രാൻഡിംഗ് എന്ന് പറയുന്നത്. യെസ്, അതാണ് ബ്രാൻഡ് എന്നുള്ളത്. പലപ്പോഴും എന്താ പറയുക, ഞാൻ വേറൊരു കാര്യം കണ്ടിട്ടുള്ളത്, ബ്രാൻഡിൽ എന്ന് പറഞ്ഞ സമയത്ത് നല്ല ലക്ഷറി ഫീൽ വരണം, അങ്ങനെയൊക്കെ ചിന്തിക്കും. നല്ല ലക്ഷറി ഫീലിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള സാധനമാണെന്നുണ്ടെങ്കിൽ അടിപൊളി ബ്രാൻഡിങ്. ഇത് അതിന് കൃത്യമായിട്ടൊരു ഐഡിയ കിട്ടാത്തതുകൊണ്ടാണ്. ഇപ്പം എൻ്റെ കയ്യിലുള്ള പ്രൊഡക്റ്റ് ഒരു എക്കണോമിക്കൽ പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനൊരു ലക്ഷറി ബ്രാൻഡിങ് ആണ് ചെയ്തിട്ടുള്ളത്, അതായത് നേരത്തെ പറഞ്ഞ പോലെ ഡിസൈൻസ് കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ആ ബിസിനസ് സക്സസ് ആവില്ല. മനസ്സിലായി. അതായത് നമ്മളെ കയ്യിലുള്ള പ്രൊഡക്റ്റ് എന്താണ്, എക്കണോമിക് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. നമ്മൾ പുറത്തേക്ക് കൊടുക്കണം എന്താണ്, ഇത് ഭയങ്കര ലക്ഷറി ഫീൽ ആണ്. അപ്പൊ നമ്മുടെ അടുത്തേക്ക് വരേണ്ടത് ആരാണ്, എക്കണോമിക്കൽ ബെനിഫിറ്റ് ചിന്തിക്കുന്ന ആൾക്കാരാണ് വരേണ്ടത്. അവർക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥലമായിട്ട് തിരിച്ചു പോകും. അത് എനിക്ക് കണക്ട് ആയിട്ടുണ്ട്. ഇപ്പൊ ഞാനിപ്പോ ഇ കോമേഴ്സ് കുറെ ചെയ്യുന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ പറയാം, എന്റെ ഈ ചിലവരുടെ വെബ്സൈറ്റിൽ കാണുമ്പോൾ ഇ കോമേഴ്സ് പ്രൊഡക്ട്സ് ഇട്ടുണ്ടാവും. ചെയ്ത് വെച്ചിട്ടൊക്കെ എന്താ വെച്ചാൽ ഒരു എന്താ പറയാ പ്രീമിയം ലെവലിൽ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പക്ഷെ പ്രൈസ് കൊടുത്തിട്ടുണ്ടാവും 450, 550 ആവും. അതൊരു കണക്ഷൻ ഇല്ലാത്തൊരു, കാരണം ആ പ്രൈസ് റേഞ്ച് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രീമിയം ലെവലിൽ വെക്കേണ്ട സാധനമല്ല. അത്രയും ഭംഗിയായിട്ട് ചെയ്തിട്ട് പോലും പ്രൈസിങ്ങിന് അവരത് കുറച്ചിട്ട് ഇടുമ്പോൾ അത് ആ പ്രീമിയം എഫക്ട് പോയ പോലെ എനിക്ക് അതിപ്പോ നീ പറഞ്ഞപ്പോ കറക്റ്റ് കണക്ട് ആകുന്നു. അപ്പൊ എല്ലാ നിലക്കും നമ്മൾ കാണേണ്ടത് നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് ഇത് കാണുന്ന സമയത്ത് അവർക്ക് ഉണ്ടാവുന്ന ഫീലും ആക്ച്വലി നമ്മളെ കയ്യിലുള്ളതും തമ്മിൽ എത്രത്തോളം കണക്ഷൻ ഉണ്ട്, അത്രത്തോളം ആ ബ്രാൻഡിങ് അടിപൊളിയാണെന്ന് പറയാം. മനസ്സിലായി. ഓക്കെ, ഇങ്ങനെ ചിന്തിക്കുന്ന സമയത്ത്, അതായത് ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മളെ കേസിൽ, ഇപ്പൊ ഞാൻ പേഴ്സണൽ ബ്രാൻഡിങ് ആണെങ്കിൽ എൻ്റെ കേസിനെ ചിന്തിക്കണം, എൻ്റെ ബിസിനസിനെ കുറിച്ചാവുമ്പോൾ അത് ചിന്തിക്കണം. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ഇമോഷനാണ് നമ്മളെ പറ്റി കേൾക്കുമ്പോൾ, നമ്മളെ ലോഗോ കാണുമ്പോൾ, എന്തായിക്കോട്ടെ നമ്മൾ സർവീസ് അറ്റൻഡ് ചെയ്തൊരു കസ്റ്റമറിന് ഒക്കെ എന്ത് ഫീൽ കിട്ടണോ എന്നുള്ള രീതിയിലുള്ള ഒരു ചിന്ത ചെയ്തിട്ട് അതിലൊരു വർക്ക് ചെയ്യുക എന്നുള്ളൊരു പ്രോസസ്സാണ്. അതിന് കൃത്യമായിട്ടുള്ള ഫ്രെയിം വർക്കുകളും ഉണ്ട്. അത് നമുക്ക് കുറച്ചുകൂടി കസ്റ്റമേഴ്സിന് മനസ്സിലാവുന്ന രീതിയിൽ നമുക്കൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞാലോ. ഇപ്പൊ ഏതെങ്കിലും ഒരു ബ്രാൻഡിന്റെ ഇപ്പോൾ ടൊയോട്ട എടുക്കാം. ഞാൻ എപ്പോഴും എനിക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ടൊയോട്ടയിൽ എല്ലാ ഫീച്ചേഴ്സും പതുക്കെ എത്തുള്ളൂ. അതായത് കിയ പോലത്തെ ബ്രാൻഡുകളൊക്കെ എന്തെങ്കിലും ഫീച്ചേഴ്സ് എനിക്ക് പെട്ടെന്ന് എത്തും. പക്ഷേ ടൊയോട്ട അങ്ങനെ ചെയ്യൂല. കാരണം ടൊയോട്ടൻ്റെ ഐഡിയോളജി എന്ന് പറഞ്ഞാൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക, അതേപോലെ തന്നെ റിലയബിൾ ആവുക എന്നുള്ളൊരു കേസൊക്കെ അവർ വാല്യൂ പൊക്കി പഠിക്കുന്നുണ്ട്. പൊതുവിൽ ആൾക്കാർക്ക് അല്ലെങ്കിൽ അവർ മുന്നോട്ട് വെക്കുന്ന അവരുടെ പരസ്യം വരെ അങ്ങനെ ഉണ്ട്. പരസ്യം പറയാം, അവർ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൊയോട്ടൻ്റെ വണ്ടി വഴിയിൽ കിടക്കൂല. ആ ഒരു സാധനം അവര് പറയുന്നുണ്ട്. പറയാൻ മാത്രമല്ല അവർ ചെയ്യുന്നുണ്ട്. അവർ ആഡൊക്കെ ഉണ്ട്. ഒരു എന്താ പറയാ, ഒരു ലേഡി ടൊയോട്ടന്റെ വണ്ടി, ടൊയോട്ട എന്നുള്ള ലാസ്റ്റ് കാണിക്കുള്ളൂ, വണ്ടി ബ്രേക്ക് ഡൗൺ ആയിട്ട് കിടക്കുന്നുണ്ടാവും, ഒരാൾ ദൂരത്തുനിന്ന് വരുന്നുണ്ടാവും. പക്ഷെ ആ ലേഡി എന്താണ്, ശരിക്ക് ഒരാണാണ്. ആണ് മാത്രമല്ല ആള് റോബറിക്ക് നിൽക്കുകയാണ്, ഒരു ഒഴിഞ്ഞ സ്ഥലത്താണ്. അപ്പൊ അയാൾ ഇങ്ങനെ എടുത്ത് വന്നിട്ട് എന്ത് ചെയ്യും, നിർത്താതെ ഒറ്റ പോക്കും. ലാസ്റ്റ് ടെക്സ്റ്റ് വരിക, ടൊയോട്ട ഒരിക്കലും വഴി കിടക്കൂല. അപ്പൊ ഇത്തരത്തിൽ അവർ പറയുക മാത്രമല്ല അവർ കീപ്പ് ചെയ്യുന്നുണ്ട്. അവരെന്തെങ്കിലും ഒരു സാധനം മുന്നോട്ട് വെക്കുന്നുണ്ടെങ്കിൽ അത് അത്രയും പഠിച്ച് ഇമ്പ്രൂവ് ആക്കി ഒരു നിലക്കും പിന്നീട് ഒരു പ്രശ്നം വരില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടേ ഓരോ ഫീച്ചേഴ്സ് എല്ലാം ആഡ് ചെയ്യുള്ളൂ. അതായത് ഏറ്റവും പെർഫെക്റ്റ് ആക്കിയിട്ട് ഒരു സാധനം ടോപ്പിക്ക് വന്നെങ്കിലും ഒരു പുതിയ സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിലും അത് എത്ര പെർഫെക്റ്റ് ആക്കി ചെയ്യാൻ മാത്രമേ ടോപ്പായിട്ട് നോക്കുള്ളൂ. അത് അവർ പറയണുണ്ട്, ചെയ്യണുണ്ട്. യെസ്. അപ്പോൾ കിയന്റെ വേറെ ബ്രാൻഡിങ് ആണ്. കിയ പുതിയ സാധനങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ കിയന്റെ ഒരു ബ്രാൻഡിങ്ങിൽ ആൾക്കാർക്ക് പുതിയ ഫീച്ചേഴ്സ് കിട്ടണം എന്നുള്ള ആശയത്തിൽ കിയയിലേക്ക് വരുമ്പോൾ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ ടൊയോട്ടന്റെ അടുത്തേക്ക് ആൾക്കാർ കൂടുതൽ വരുന്നുണ്ടാവുക ഈ അർത്ഥത്തിലായിരിക്കും. അപ്പോൾ അവിടെ എന്ത് ചെയ്യാൻ പാടില്ല, വഴി കിടക്കുന്ന ഒരു സിനാരിയോ ഉണ്ടാവാൻ പാടില്ല. അവിടെ അവർ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറാണ്. പുതിയ
ഏറ്റവും ലേറ്റസ്റ്റ് സാധനങ്ങൾ അതിൽ വരണം എന്നുള്ളതൊന്നും അവർ ചിന്തിക്കൂല. അപ്പോൾ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ ചിന്തിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മളെ ബിസിനസ്സിനെ വളർത്തി കൊണ്ടുവരാൻ വേണ്ടത്. അങ്ങനെ ആകുമ്പോഴാണ് ഈ സ്റ്റീവ് ജോബ്സും ഒക്കെ പോലത്തെ ഒരു ബ്രാൻഡായിട്ട് മാറുള്ളൂ. ഇനി ഇതിന്റെ ഫ്രെയിം വർക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ മറ്റുള്ള അപ്പോൾ ഈ പറഞ്ഞ പോലെ ടൊയോട്ട അങ്ങനെ ചെയ്യേണ്ടത് എനിക്കും അങ്ങനെ ചെയ്യാം എന്നുള്ള രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ബ്രാൻഡിങ് ഇല്ല. അപ്പൊ അതിൽ നമുക്ക് എന്ത് വേണം, നമ്മളുടെ ബ്രാൻഡ് എങ്ങനെയാണ് ബിൽഡ് ചെയ്യേണ്ടതെന്നുള്ള ക്ലാരിറ്റി നമുക്ക് കിട്ടണം. അത് വേറെ ആളെ പോലെ ആയിരിക്കില്ല. നമുക്ക് ഇൻസ്പയർ ഒക്കെ ചെയ്യുന്നുണ്ടാവും, പക്ഷെ ഇൻസ്പയർ ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് രസമുണ്ട് എനിക്ക് എടുക്കാം, അങ്ങനെയല്ല അവന്റെ ആവശ്യത്തിന് അങ്ങനെ ചെയ്തു, അങ്ങനെയാണെങ്കിൽ എന്റെ ആവശ്യത്തിന് ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള രീതിയിലായിരിക്കണം ഇൻസ്പയർ ചെയ്യുന്നത്. അപ്പൊ എന്താണ് എന്റെ ബ്രാൻഡിങ്ങിന്റെ, നമുക്കൊരു പ്ലാറ്റ്ഫോം ആണല്ലോ, ആ പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ ബ്രാൻഡ് ഉണ്ടാക്കുന്നത്. അത് കണ്ടെത്താൻ ഒരു 4 ക്വാഡ്രന്റ് ഉണ്ട്. 4 ക്വാഡ്രന്റ് പറഞ്ഞാൽ നമ്മളെ ബിസിനസ്സിന് നോക്കണമെങ്കിൽ നമ്മൾ മുന്നൊക്കെ പഠിച്ചു കഴിഞ്ഞു, കസ്റ്റമർ ഉണ്ടാവും, ടാർഗറ്റ് കസ്റ്റമർ ഉണ്ടാവും, ടാർഗറ്റ് കസ്റ്റമറിന്റെ പെയിൻ പോയിന്റ് ഉണ്ടാവും, നമ്മളെ കയ്യിലുള്ള പ്രൊഡക്റ്റിന് കുറെ ഫീച്ചേഴ്സ് ഉണ്ടാവും, അത് ആ കസ്റ്റമറിന് കുറെ ബെനിഫിറ്റ്സ് നൽകുന്നുണ്ടാവും. ഇതിന്റെ വേറൊരു എക്സ്പ്ലനേഷൻ ഈ 4 ക്വാഡ്രന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 4 ക്വാഡ്രന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമറിനെ അവിടെ വെക്കാം. കസ്റ്റമറിനെ നമ്മളൊരു അവതാർ എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്യാം. നമ്മൾ ഇതിലൊക്കെ പറഞ്ഞു ഒരു അവതാർ, ഒരു ഐഡിയൽ കസ്റ്റമർ. ഈ ഐഡിയൽ കസ്റ്റമറിന്റെ ഒരു ഹെവൻ ഉണ്ടാവും, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം ഉണ്ടാവും. നമ്മൾ മുന്നേ ഒരു ഡ്രീം പോയിന്റ് ഉണ്ടാവും. ഇപ്പോൾ ഒരു ബിസിനസ്, B2B ബിസിനസ് ആണെങ്കിൽ ആളുടെ ഡ്രീം പോയിന്റ് എന്താണ്, സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ്സുകാരനാവുക എന്നുള്ള ഡ്രീം പോയിന്റ് ആണ്. അപ്പൊ നമ്മളെ ഇപ്പൊ ഞാൻ എന്റെ ബ്രാൻഡ് മന്ത്ര എന്നുള്ള നമ്മളുടെ കമ്പനീന്റെ ഒക്കെ ഒരു ടാർഗറ്റ് പോയിന്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു SME ബിസിനസ് ഓണർ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ നമ്മളുടെ അവതാറിന്റെ ഒരു ഡ്രീം പോയിന്റ് എന്ന് പറഞ്ഞാൽ ആളുടെ ബിസിനസ് സക്സസ്ഫുള്ളി റൺ ആവുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു പോയിന്റ് നമ്മൾ ആദ്യം കണ്ടെത്തണം. അതാണ് ട്രഷർ. അത് കസ്റ്റമറിന്റെ ഭാഗത്താണ്, നമ്മുടെ ഭാഗത്താണ്, കസ്റ്റമറിന്റെ ഭാഗത്ത്. അപ്പൊ നമുക്കൊരു ടാർഗറ്റ് കസ്റ്റമർ വേണം. ആ കസ്റ്റമറിന്റെ ഹെവൻ എന്താന്നുള്ളത് ഡിഫൈൻ ചെയ്യണം, ആളുടെ ട്രഷർ എന്താന്നുള്ളത് ഡിഫൈൻ ചെയ്യണം. ഓക്കെ, അപ്പൊ അവിടേക്ക് എത്താനാണ് നമ്മളെ കസ്റ്റമർ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ആപ്പിളിന് എങ്ങനെ ഉണ്ട്, ആപ്പിളിന്റെ പ്രൊഡക്റ്റ് വാങ്ങുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എത്തേണ്ട ഒരു പോയിന്റ് ഉണ്ട്. അവിടേക്കുള്ള ഒരു സാധനം അയക്കാൻ വരാം, അയക്കുള്ള ഒരു സൊല്യൂഷൻ ആയിട്ടാണ് ആപ്പിളിന്റെ ഐഫോൺ വരുന്നത്, അടുത്ത് എല്ലാം വരുന്നത് അയക്കുള്ള സാധനം. അപ്പൊ നമ്മളെ ബിസിനസ്സിലുള്ള ടാർഗറ്റ് കസ്റ്റമർ ആരാണ്, ആളുടെ ട്രഷർ എന്താണ് എന്നുള്ളത് ആദ്യം ഡിഫൈൻ ചെയ്യണം. ഓക്കെ, ഇനി ആ ട്രഷറിലേക്ക് അയാളെ എത്തിക്കുന്ന, അതായത് ദൂരെ കിടക്കുന്ന ഒരു ദ്വീപിലാണ് ഈ ട്രഷർ എന്ന് വിചാരിക്കാം. കസ്റ്റമർ നിൽക്കുന്ന ഇപ്പുറത്തെ കരയിലാണ്. ഇനി അവിടേക്ക് എത്തണല്ലോ, അവിടേക്ക് എത്താനുള്ള ഷിപ്പാണ് നമ്മളെ ബിസിനസ്. മനസ്സിലായി. അതായത് നമ്മൾ തമ്മിലൊരു ശരിക്കും പറഞ്ഞാൽ ഷിപ്പ് അല്ലെങ്കിൽ ബ്രിഡ്ജ് പോലെയാണ് വർക്ക് ആവുന്നത്. നമ്മള് ഷിപ്പാണ് നമ്മളെ ബിസിനസ്. അപ്പൊ രണ്ടാമത്തെ സാധനമാണ് ഷിപ്പ്. അപ്പൊ അത് ബേസ് ചെയ്തിട്ടായിരിക്കണം നമ്മളെ ബിസിനസ്സിനെ നമ്മൾ സെറ്റാക്കി കൊണ്ടുവരാൻ. അതായത് ഏത് ദ്വീപിക്കാണെന്ന് അറിഞ്ഞിട്ട് വേണം, അവർക്കുള്ള വഴികൾ ഡിഫൈൻ ചെയ്തിട്ട് വേണം നമ്മൾ ഷിപ്പ് ഏത് തരത്തിലുള്ള. അതായത് നീ പറഞ്ഞു വരുന്നത് ആദ്യം ഒരു കസ്റ്റമറെ നമ്മൾ ഒരു അവതാരം സൃഷ്ടിക്കുക, ആ കസ്റ്റമറിന്റെ ഡ്രീമിനെ നമ്മൾ മനസ്സിലാക്കുക, എന്നിട്ട് ആ ഡ്രീമിലേക്ക് കസ്റ്റമറിനെ എത്തിക്കണ തരത്തിലുള്ള ഒരു ഷിപ്പായിട്ട് നമ്മൾ ആക്ട് ആവുക. അതെ, അപ്പൊ ആ ഷിപ്പിൽ പറഞ്ഞോ ഞാൻ ഇങ്ങോട്ട് പോകുള്ള ഷിപ്പാന്ന് പറഞ്ഞാലേ അതിക്ക് ആൾക്കാർ കയറുള്ളൂ. ഓക്കെ, അപ്പൊ അതിനെന്ത് വേണം, ഞാൻ ഇങ്ങോട്ടാണ് പോകുന്നുള്ള നമുക്ക് അറിയണം. ഇതെന്താ അതൊന്നും ഇല്ലാതെ അപ്പുറത്തുള്ളവന്റെ ലോഗോ കണ്ടിട്ട് അപ്പുറത്തുള്ള ബിസിനസ് അടിപൊളിയായിട്ട് ഞാൻ ബിസിനസ് തുടങ്ങിയാൽ അത് ബ്രാൻഡ് ആവില്ല, അത് വെറും ബിസിനസ് ആയിട്ട് കിടക്കണം ചെയ്യാം. ഓക്കെ, ഇനി ഈ ഷിപ്പിന് ഒരൊറ്റ റൂട്ടല്ല, മൾട്ടിപ്പിൾ റൂട്ടുകൾ ഉണ്ടാവും. ഇങ്ങനെ പോയാലും അവിടെ എത്തും, ഇങ്ങനെ പോയാലും അവിടെ എത്തും, ഇങ്ങനെ പോയാലും അവിടെ എത്തും. അങ്ങനത്തെ ഓരോ റൂട്ടുകളാണ് നമ്മളെ ഓരോ സർവീസസ്. അത് കൊള്ളാം, കിട്ടിയോ? അപ്പൊ ഈ ഓരോ റൂട്ട് കൂടെ പോയാലും എത്തുന്നത് ആ ട്രഷറിലേക്കാണ്. ഓക്കെ, അപ്പൊ പതുക്കെ ഈ ഷിപ്പിനോട്, ഈ ടാർഗറ്റ് കസ്റ്റമറിനോട് ഒരു മുഹബത്ത് വരൂലേ, ഒരു കണക്ഷൻ വരൂലേ. ഈ ഷിപ്പ് കയറി കഴിഞ്ഞാൽ എനിക്ക് എത്തേണ്ടടുത്ത് എത്തും. അപ്പൊ ഈ ഷിപ്പിന്റെ ഏത് മാപ്പ് കൂടെ പോയി കഴിഞ്ഞാലും എനിക്ക് എത്തുന്നിടത്ത് എത്തും. അതാണ് ബ്രാൻഡ്. ആളുകൾക്ക് ആ ഷിപ്പിനോടുള്ള കണക്ഷൻ ഫീൽ ചെയ്യിക്കുക എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ഈ കാര്യങ്ങൾ സെറ്റ് ചെയ്യാന്നുള്ളതാണ്. ഇനി ഈ ഷിപ്പിന്റെ കപ്പിത്താനാണ് ബിസിനസ് ഓണർ. നല്ല രീതിയിലാണ് ഒരു ബിസിനസ് കറക്റ്റ് ഇങ്ങനെ ഇവാലുവേറ്റ് ഞാൻ കണ്ടിട്ടില്ല. ആലോചിച്ച് അതായത് ഒരു കസ്റ്റമർ എന്ന് പറയുന്നത് ആദ്യം മനസ്സിലാക്കുക, കസ്റ്റമറിന് ഡ്രീം പോയിന്റ് മനസ്സിലാക്കുക, ആ ഡ്രീം പോയിന്റിലേക്ക് കസ്റ്റമറിനെ എത്തിക്കണ ഒരു പാർട്ടാക്കിയിട്ട് നമ്മളെ ഷിപ്പ്, ആ ഷിപ്പാണ് ശരിക്കും ബിസിനസ്. ആ ഷിപ്പ് ഏത് റൂട്ടിൽ കൂടെ പോവാം, ചിലപ്പോൾ കുറച്ച് വളഞ്ഞു പോകാം, ചിലപ്പോൾ ഒരു 2-3 സ്ട്രെയിറ്റ് ആയിട്ട് പോകാം. ആ റൂട്ട്സ് ഒക്കെ ശരിക്കും കൊടുക്കുന്ന സർവീസസ് ആ ഷിപ്പ് ഓടിക്കുന്ന ആള് കപ്പിത്തൻ, അതായത് ബിസിനസ്മാൻ. നല്ലൊരു എക്സ്പ്ലനേഷൻ ആയിരുന്നു റബിയത്. അപ്പൊ ആ രൂപത്തിൽ നമ്മളുടെ ബിസിനസിനെ കുറിച്ച് പേഴ്സണലി നമ്മളാണെന്നുണ്ടെങ്കിലും, ഞാനിപ്പോ പേഴ്സൺ ബ്രാൻഡ് ആവണമെങ്കിൽ എന്നെ കേൾക്കുന്ന ആൾക്കും ഇതേപോലെ ഒരു ട്രഷർ ഉണ്ട്. ആ ട്രഷറിലേക്കുള്ള പല കാര്യങ്ങളായിരിക്കും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത്. ആ രീതിയിലൊക്കെ നമ്മൾ ചിന്തിച്ചിട്ട് വേണം നമ്മളെ ബ്രാൻഡിങ് പരിപാടികൾ തുടങ്ങാൻ. അത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് എന്നോട്, ഇപ്പൊ ഞാനാണെങ്കിൽ റബി എന്നുള്ള ആളോട് എനിക്ക് ആൾക്കാർക്ക് എന്ത് ചെയ്യും, ട്രസ്റ്റ് വരും. ഞാൻ പറഞ്ഞതിലൊക്കെ എന്തോ കാര്യമുണ്ടെന്ന് അവർക്ക് തോന്നും. ഇനി നമ്മളൊരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് ഉണ്ടാക്കുകയാണ്, ആ ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് ഒരു ഡീഷിൽ പിടിച്ചിട്ട് ഒരു സാധനം ചെയ്യാണ്, അതിലുള്ള പ്രൊഡക്റ്റിലൊക്കെ നമ്മൾ യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു ട്രഷർ ഉണ്ടെന്ന് വിചാരിക്കാം. 2-3 പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് അവർക്ക് ആ ഫീല് കിട്ടിയിട്ടുണ്ട് എന്ന് വിചാരിക്കാം. അപ്പൊ അടുത്ത എത്ര പ്രൊഡക്റ്റ് വന്നു കഴിഞ്ഞാലും ഇവരത് വാങ്ങും. അതുകൊണ്ടാണ് മാക്ബുക്കിന്റെ പുതിയത് വരുമ്പോൾ, ഐഫോണിന്റെ പുതിയത് വരുമ്പോൾ ഇവര് വാങ്ങണത്. കറക്റ്റായി. അപ്പൊ ആ ഷിപ്പ് ആയിട്ടുള്ള നമ്മളെ ബിസിനസ്സിന്
നമ്മളുടെ ടാർഗറ്റ് ഓഡിയൻസ് ആയിട്ടുള്ള അവതാറിനായിട്ടും ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള പ്രോസസ്സാണ് ആക്ച്വലി ബ്രാൻഡിങ്. ഇപ്പൊ കറക്റ്റ് ബ്രാൻഡിങ് എന്താന്ന് ഡിഫൈൻ ആയി, കറക്റ്റ് എന്താണ് നമ്മൾ ആ ഒരു പ്രോസസ്സ് കറക്റ്റ് കസ്റ്റമറുടെ ഡ്രീം പോയിന്റ് എത്തിക്കാനുള്ള ഒരു ടാർഗറ്റ് നമ്മൾ മനസ്സിലാക്കി അതിലേക്ക് എത്തിച്ചേർത്ത് അവരെ എത്തിക്കുക എന്നുള്ള ലെവലിൽ ഒരു ആക്ടിങ് ഷിപ്പാക്കി നമ്മൾ ആക്ട് ചെയ്യുന്നതാണ് ശരിക്കും പറഞ്ഞ ബ്രാൻഡിങ്. എക്സാക്ട്ലി. ഇതിൽ കുറേ വശങ്ങളുണ്ട്, ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്യണം. ഇപ്പൊ ഈവൻ കളർ കൊടുക്കുമ്പോൾ ഇതിന് മാച്ചിങ് ആയിട്ടൊരു കളർ ആയിരിക്കണം. ഓക്കെ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ ഷിപ്പ് ഒരു B2B ബിസിനസ് ഷിപ്പാണ് എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ B2B ബിസിനസ്സുകാർ നമ്മളെ ബിസിനസ് ഒരു B2B ബിസിനസ് ആണ്. നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ബിസിനസ് ഓണേഴ്സ് ആണ്. നമ്മള് ട്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലത്തെ ഒരു സംഭവമാണ്. നമ്മളെ റൂട്ട്, അതായത് നമ്മളുടെ സർവീസസ് പറഞ്ഞാലൊക്കെയാണ്. നമ്മളെ ഷിപ്പിന്റെ കളറ് ഒരു പിങ്കി കളറിൽ കുറെ ഫണ്ണി എഴുത്തുള്ള ഒരു ഷിപ്പാണെങ്കിൽ വരില്ലല്ലോ. അവിടെ വരുന്ന സാധനമാണ് ബ്രാൻഡ് പെർസോണ. അതായത് ഈ കാര്യങ്ങളൊക്കെ ഓക്കെ, പക്ഷെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലുള്ള കളറ് മാത്രമല്ല കേട്ടോ, നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ്, നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റൈല്, നമ്മൾ കീപ്പ് ചെയ്യുന്ന വാല്യൂസ്. ഒരു സീരിയസ് ആയിട്ടുള്ള സ്ഥലത്ത് ഫുൾ കോമഡി ഫണ്ണൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല, അത് മാച്ച് ആവില്ല. അപ്പോൾ നമ്മൾ എടുക്കുന്ന സ്വഭാവങ്ങളും കാര്യങ്ങളൊക്കെ ഡിഫൈൻഡ് ആയിട്ട് അത് എന്ത് ചെയ്യണം, അതും ഇതിന് അലൈൻഡ് ആയിരിക്കണം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ ട്രഷറും ഇതൊക്കെ നോക്കിയിട്ടാകണം എന്ന് പറഞ്ഞ പോലെ അത് എങ്ങനെ പറയണ കാര്യവും പറയുന്ന രീതിയും തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ. ഓക്കെ, അപ്പൊ ഈ രീതിയെ കുറിച്ച് പറയുന്ന ഏരിയയാണ് ശരിക്കും ബ്രാൻഡ് പെർസോണ എന്നുള്ളത്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മളൊരു ക്യാരക്ടർ ആക്കി എടുക്കണം. നമ്മളിപ്പോൾ ശരിക്കും എന്താ ചെയ്യുന്നത് അറിയോ, ഇപ്പോൾ ദൈവം ഒരാളെ സൃഷ്ടിച്ചെടുക്കുക എന്ന് പറഞ്ഞ പോലെ നമ്മളൊരു ബിസിനസ്സിനെ നമ്മളുടെ കുട്ടിയെ സൃഷ്ടിച്ചെടുക്കുകയാണ്. അപ്പൊ ആ കുട്ടി എങ്ങനെ സംസാരിക്കണം, ആ കുട്ടി എന്ത് ഡ്രസ്സ് ഇടണം എന്നുള്ള ഡെഫിനിഷനാണ്. ഇപ്പൊ സിംപ്ലി പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ കോളേജിൽ പഠിച്ചാണ്. ഇപ്പൊ കോളേജിൽ നല്ല ഫൺ മൂഡാണല്ലോ. അപ്പൊ അവിടെ ഒരാള് ഗസ്റ്റ് ആയിട്ട് വരികയാണ്. അപ്പൊ ആരാന്നും അറിയില്ല, ചെയർമാൻ അല്ലെങ്കിൽ യൂണിയൻ, കോളേജ് യൂണിയൻ ഒരു ഗസ്റ്റിനെ കൊണ്ടുവരുന്നുണ്ട്. വരുന്ന സമയത്ത് എല്ലാവരും ആർത്തുല്ലസിച്ച് നിൽക്കുന്ന സ്ഥലത്ത് ഒരു കോട്ട് സൂട്ടൊക്കെ ഇട്ടിട്ട് ഒരു ആൾ വന്നിട്ട് ഒരു ബിസിനസ് ക്ലാസ് കൊണ്ട് എടുത്തു കഴിഞ്ഞാൽ വർക്കൗട്ട് ആവില്ല. അതൊരിക്കലും എന്തല്ല, ആ ഡ്രസ്സിങ്ങിന്റെ മോശമല്ല, അവിടെ മാച്ച് അല്ല. ഇനി നേരെ മറിച്ച് ഒരു ബിസിനസ് ഇവന്റ് നടക്കുകയാണ്, അവിടേക്ക് ഒരു ഗസ്റ്റ് വരുന്നുണ്ട്. ആ ഗസ്റ്റ് ഇങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ട് പാട്ടൊക്കെ പാടി ഒരു ഗാനമേളൊക്കെ കണക്കാവില്ല. അപ്പൊ ഇത് രണ്ടും എന്താണ്, ഒരിക്കലും രണ്ടും മോശമായതുകൊണ്ടല്ല. അതായത് നമ്മൾ ഒരു ബിസിനസ്സിൽ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു ക്യാപ്ഷൻ എഴുതുന്നുണ്ടെങ്കിൽ, നമ്മളൊരു എന്താ പറയുക, ഒരു കളർ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഒരു ആളെ ഹയർ ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ സംസാരിക്കുന്നിടത്ത് സ്റ്റൈലാണെങ്കിലൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ മാച്ചിങ് ആവുക എന്നുള്ളതാണ് ബ്രാൻഡ് പെർസോണ എന്നുള്ളത്. ഇപ്പൊ നമ്മളെ പലരും സംഭവിക്കുന്ന പറയോ, പിന്നെ പെർസോണകൾ എന്റെ ബ്രാൻഡിന് ഉണ്ടാവുക. അങ്ങനെയല്ല വേണ്ടത്. ഇപ്പൊ ഞാൻ ഭയങ്കര ദേഷ്യക്കാരനാണ്. ഞാൻ ഉണ്ടാക്കുന്ന ബിസിനസ് ഒരു ബേബി ബ്രാൻഡാണ്. അപ്പൊ ഞാൻ ആ ദേഷ്യം, ഞാനൊരു ഷോപ്പാന്ന് വിചാരിക്കാം, ഞാനൊരു ഷോപ്പ് തുടങ്ങുകയാണ്, ബേബി ഷോപ്പ് തുടങ്ങുകയാണ്. പക്ഷെ ഞാൻ ഭയങ്കര ചിരിക്കൊന്നുമില്ല, ഭയങ്കര ദേഷ്യപ്പെടുന്ന ഒരാളാണ്. ഞാനവിടെ ക്യാഷ് റേറ്റ് ഇരുന്നാലും എങ്ങനെ ഉണ്ടാവും, മാച്ചല്ല. അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്, എന്റെ ക്യാരക്ടറൊക്കെ എങ്ങനെ ആയിക്കോട്ടെ, ഞാൻ ഈ ഷോപ്പിന്റെ അകത്ത് കിടക്കുന്ന സമയത്ത് ഞാൻ ഈ ബേബി ബ്രാൻഡിന്റെ പേഴ്സണാലിറ്റിക്ക് മാറണം. എന്നിട്ട് എന്ത് ചെയ്യണം, ആ രൂപത്തിലാണ് ബിഹേവ് ചെയ്യേണ്ടത്. കാരണം ഇപ്പോൾ നമ്മളൊരു പൈസ റീചാർജ് ചെയ്തു, ആ റീചാർജ് ചെയ്ത് വിളിക്കാൻ നേരത്ത് കോള് പോകുന്നില്ല. അപ്പോൾ പൈസ ഇനി റീചാർജ് ചെയ്യണം എന്ന് പറയണം. അതായത് നമ്മൾ മുന്നേ റീചാർജ് ചെയ്ത പൈസ അതിൽ കയറിയിട്ടില്ല, നമ്മളെ കയ്യിൽ നിന്ന് പൈസയും പോയിട്ടുണ്ട്. അപ്പോൾ ഇത് ചോദിക്കാൻ വേണ്ടിയിട്ട് കസ്റ്റമർ കെയർക്ക് വിളിക്കുന്ന സമയത്ത് വളരെ ഉത്തരവാദിത്തമില്ലാതെ സംസാരിക്കുമ്പോൾ നമുക്ക് എന്താണ്, ഇപ്പോൾ എയർടെൽ ആണെന്നുണ്ടെങ്കിൽ എയർടെലിനോട് ഒരു ദേഷ്യം തോന്നൂലേ. ഏതെങ്കിലും ബ്രാൻഡ് ആയിക്കോട്ടെ, എയർസെൽ ആയിക്കോട്ടെ, ഇപ്പം ഇല്ലല്ലോ, അവർ വിളിക്കുന്ന സമയത്ത് അവരോടാണല്ലോ നമുക്ക് ദേഷ്യം വരിക. അതായത് ഈ സംസാരിച്ച വ്യക്തിനോടല്ലല്ലോ. അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതോ ഒരു കസ്റ്റമർ എക്സിക്യൂട്ടീവിനെ വിളിക്കണമെന്നുണ്ടെങ്കിലും കസ്റ്റമർ പോയിന്റ് ഓഫ് വ്യൂ ആ ബ്രാൻഡാണ്. അപ്പൊ ഈ ഷോപ്പിലേക്ക് വരുന്ന ആൾക്കാർ വിലയിരുത്തുന്ന ആ ഷോപ്പിനെയാണ്, അല്ലെങ്കിൽ ഷോപ്പിന്റെ അപ്പൊ അതന്നെ ഒരു കസ്റ്റമറെ വിളിക്കുമ്പോൾ എയർസെല്ലിനെ പോലെ ആൾക്കാരെ വിളിക്കുകയാണെങ്കിൽ ആ ഒരു ഇവാലുവേഷനിലായിരിക്കും അവരെ നിർത്തിയിട്ടുണ്ടാവും. അതായത് ആ ഒരു കാരണം കൊണ്ടാണല്ലോ ചിലപ്പോൾ അവർ വാങ്ങിയിട്ടുണ്ടാവുക. അപ്പൊ നീ പറഞ്ഞ പോലെ വിളിക്കുമ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണെന്ന് അതിന് വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ നമ്മളൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ആൾക്കാരെ ഹയർ ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒരു ലാൻഡ് ഇമേജ് ക്രിയേറ്റ് ചെയ്യണം. ഇ കൊമേഴ്സിലൊക്കെ ആണെങ്കിൽ ലാൻഡ് ഇമേജ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിൽ യൂസ് ചെയ്യുന്ന കളർ, നമ്മൾ യൂസ് ചെയ്യുന്ന ഭാഷ, ശൈലി, ഇതൊക്കെ എന്താണ് ബ്രാൻഡിങ്ങിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ അപ്പോൾ അതൊക്കെ എന്ത് ക്യാപ്ഷൻ എഴുതണം എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ ആലോചിക്കേണ്ട വരില്ല. നമ്മൾ നേരത്തെ ഈ പറഞ്ഞ പോലെ ട്രഷറും ഈ ഷിപ്പൊക്കെ ഡിഫൈൻഡ് ആണ് എന്നുണ്ടെങ്കിൽ, ബ്രാൻഡ് പെർസോണ ഇതാണ് എന്ന് ഡിഫൈൻഡ് ആണെങ്കിൽ അവിടെ നമുക്ക് കുറെ ചിന്തിക്കാനുണ്ടാവില്ല, കുറച്ചുകൂടി എളുപ്പമായിട്ട് നമുക്ക് കറക്റ്റ് റൂട്ടിൽ എത്താൻ പറ്റും. അങ്ങനെയൊക്കെ കീപ്പ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ബ്രാൻഡ് ആവാൻ പറ്റും. ഇപ്പൊ ഈ പറഞ്ഞ ബ്രാൻഡുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അത്തരത്തിലൊരു സാധനം കീപ്പ് ചെയ്യുന്നുണ്ട്. നേരത്തെ ഒരു പരസ്യത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞില്ലേ, ടൊയോട്ടയുടെ പരസ്യം, അത് കുറെ ആലോചിച്ചിട്ടുണ്ടാവില്ല. കാരണം ഓൽക്ക് അറിയാം പരസ്യത്തിന്റെ ഭയങ്കര സിമ്പിൾ ആണ്. അതായത് ഒരാളെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു വണ്ടിയിൽ വരുന്ന ആൾക്കാരെ പറ്റിച്ച് മോഷ്ടിക്കാൻ നിൽക്കുന്ന ആൾക്കാരാണ്
റിപ്പയർ പറഞ്ഞിട്ടാണ് അവിടെ വണ്ടി നിർത്തിയത്. പക്ഷെ കാണുമ്പോൾ തന്നെ ടൊയോട്ട ബ്രാൻഡ് ആണെന്ന് മനസ്സിലായി. അത് ഒരിക്കലും കംപ്ലൈന്റ് ആവുന്നില്ല. അപ്പൊ എന്തോ ഒരു ടൈപ്പ് നടക്കുന്നുണ്ട്, നേരെ വിട്ടു. അവർ കറക്റ്റ് അവരുടെ മെയിൻ ഹൈലൈറ്റ് പോയിന്റിനെ അവിടെ കറക്റ്റ് കൺവേ ചെയ്യാൻ പരസ്യത്തിൽ. എക്സാക്ട്ലി. അപ്പൊ ആ രൂപത്തിൽ ഒക്കെ നമ്മൾ ശരിക്കും നമ്മുടെ ബിസിനസ്സിൽ ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെ ചെയ്യുക എന്നുള്ളതാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പണിയെടുക്കണോ വെച്ചാൽ പണിയെടുക്കണം. പക്ഷെ ഇന്നത്തെ കാലത്ത് ഇതൊക്കെ ഈസിയറുമാണ്. AI യുഗത്തിൽ സിമ്പിൾ ചെയ്യാനുള്ള എന്താ വെച്ചാൽ കുറെ കേസ് സ്റ്റഡീസ് പഠിക്കുക എന്നുള്ളതാണ്. ഇവരൊക്കെ ഈ വലിയ വലിയ ബ്രാൻഡുകളൊക്കെ ആക്ച്വലി എന്താണ് ചെയ്തത്? ഇപ്പൊ ഈ ആപ്പിളിന്റെ ഒക്കെ നല്ല കേസ് സ്റ്റഡീസ് ആണ്. കാരണം അന്നത്തെ കാലത്ത് മൂപ്പര് എന്താണ് ഡിഫൈൻ ചെയ്തത് അത് തന്നെയാണ് ഇപ്പോഴും കീപ്പ് ചെയ്ത് പോകുന്നത്. മനസ്സിലായി. അതിൽ പ്രൊഡക്ട്സ് നേരത്തെ പറഞ്ഞ മാപ്പ് മാറുന്നേ ഉള്ളൂ, ഷിപ്പ് സെയിം ആണ്, സെയിം ട്രഷറാണ്, സെയിം അവതാറാണ്. അപ്പൊ നമ്മളുടെ ബ്രാൻഡിന്റെ നെടുന്തൂണ് ശരിക്കും അതാണ്. ഇനി നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ കയറുമ്പോൾ നമുക്ക് ഓരോ ബ്രാൻഡ് ഓരോ പ്രൊഡക്റ്റ് കാണുന്ന സമയത്ത് നമുക്കൊരു ഫീല് ഉള്ളിൽ നിന്ന് കിട്ടുന്നുണ്ടാവും. അപ്പൊ അത് എന്തുകൊണ്ടാണെന്ന് ആലോചിച്ച് ഇതിനുള്ള ഉത്തരം കിട്ടും. ഇപ്പൊ ഡെറ്റോളിന്റെ ഒരു പ്രത്യേക ഒരു പ്രൊഡക്റ്റ് കാണുകയാണ്. ആ പ്രൊഡക്റ്റ് ഇപ്പൊ ഞാൻ വെറുതെ ഉണ്ടാക്കി ഇപ്പൊ മനസ്സിലായി നഖത്തിന്റെ ഉള്ളിലുള്ള ചളി കളയുള്ള ഒരു സാധനം വിചാരിച്ചാൽ നമുക്കൊരു ഫീൽ ഉണ്ടാവും അടിപൊളിയാവുന്നത്. അതെ, ഈ ഡെറ്റോളിന്റെ ഒരു ഹെഡ്സെറ്റ് ഉണ്ട് നമ്മൾ വാങ്ങില്ല. ഓക്കെ, അപ്പൊ ബ്രാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഏരിയയില് ആളുകളുടെ ബ്രെയിനായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഇത്തരത്തിലുള്ള കണക്ഷനാണ്. അതായത് ഒരു മുന്നേ തന്നെ ആൾക്കൊരു എക്സ്പെക്ടേഷൻ വരിക എന്നുള്ളൊരു പ്രോസസ്സാണ് ശരിക്കും ബ്രാൻഡിങ്. അപ്പോൾ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രാൻഡിനെ ആ അർത്ഥത്തിൽ കാണണം, കസ്റ്റമർ സൈക്കോളജി ആംഗിളിൽ ബ്രാൻഡിനെ കാണുക എന്നുള്ളതാണ്. ഇതിന്റെ അപ്ലിക്കേഷൻ വരുന്നത് നമ്മുടെ ബിസിനസ്സിൽ പലതരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റ്സുകൾ ഉണ്ടാവുമല്ലോ. ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, മാർക്കറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. എല്ലാ ഡിപ്പാർട്ട്മെന്റും നമ്മൾ ബിസിനസ് ആംഗിൾ എന്ത് ചെയ്യും ആ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ടാവും. അതിലേക്ക് ഈ പറഞ്ഞ പോലെ ബ്രാൻഡ് പെർസോണയും ബ്രാൻഡ് ഗൈഡ് ലൈൻസും ബ്രാൻഡ് ടെക്നിക്സുകൾ, കസ്റ്റമർ സൈക്കോളജി ടെക്നിക്സുകളൊക്കെ യൂസ് ചെയ്തിട്ട് കസ്റ്റമറിനെ ഏറ്റുള്ള ഈ ഒരു പ്രോസസ്സിനെ ഫാസ്റ്ററാക്കാൻ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും നമ്മൾ ഇടുന്ന എഫേർട്ടിനെയാണ് ശരിക്കും ബ്രാൻഡിങ് എന്ന് പറയാം. അപ്പോൾ ബ്രാൻഡിങ്ങിനെ ജസ്റ്റ് ലോഗോ ടാഗ്ലൈൻ എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് എല്ലാ ആംഗിളിലും, ഈവൻ ഹയറിങ്ങിൽ അത് വേണം, മാനേജറിനെ ഹയർ ചെയ്യുമ്പോൾ മാനേജറിന് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷനിൽ അത് വേണം, എല്ലാ ആംഗിളിലും ഇന്റീരിയർ ഡിസൈൻ ചെയ്യുമ്പോൾ അവിടെയൊക്കെ, അതായത് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും എല്ലാ ഏരിയാസിലും ഇത്തരത്തിലുള്ള ഒരു കാര്യം നമ്മൾ ഇടുമ്പോൾ മാത്രമാണ് എൻ്റെ റിസൾട്ടിൽ ഈ കസ്റ്റമറിന് എന്തേ ഉള്ളൂ, ഈ പറഞ്ഞ സാധനം ബിൽഡ് ആവുള്ളൂ, അവരുടെ മൈൻഡിൽ നമ്മുടെ സാധനം ബിൽഡ് ആവുള്ളൂ. ഈ പ്രോസസ്സ് ആയിട്ട് ഇത്രയും വൈഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് നമ്മുടെ ബ്രാൻഡിങ് എന്നുള്ള മനസ്സിലാക്കുക. നമ്മളിപ്പോൾ ഇ കൊമേഴ്സ് ബിസിനസ് ആണെങ്കിൽ അവിടെയും ഈ പറഞ്ഞ പോലെ പാക്കേജ് ഡിസൈൻ, പാക്കേജിനുള്ളിൽ കൊടുത്തിട്ടുള്ള കൂപ്പണ്, ആ കൂപ്പണിൽ എഴുതിയ ഭാഷ, ഇതൊക്കെ അവിടെ ടെക്നിക്സുകളുണ്ട്. അതായത് ഇപ്പൊ ഞാൻ അങ്ങനെ എൻ്റെ ഇഷ്ടം പറ്റണം, ഇപ്പൊ ഒരു പ്രണയമായിട്ട് പലപ്പോഴും ആൾക്കാർ കമ്പയർ ചെയ്യും. ഇപ്പൊ ഒരു പെണ്ണിനെ വളക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന പല എഫേർട്ടുകൾ ഉണ്ടാവും, പല ടെക്നിക്കുകൾ ഉണ്ടാവും, അതിൽ നിന്നായിരിക്കും എനിക്ക് ഇഷ്ടം പറ്റിയിട്ടുണ്ടാവും. അതേപോലെ കസ്റ്റമറിന്റെ മുമ്പിൽ ഒരുപാട് കസ്റ്റമർ സൈക്കോളജി ടെക്നിക്സും ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഫ്രെയിംവർക്ക് എന്തായാലും ചെയ്യണം. ഫ്രെയിംവർക്കിന്റെ അപ്പുറത്തേക്ക് എല്ലാവർക്കും വർക്കാവുന്ന കുറച്ച് ടെക്നിക്സും ഉണ്ട്, ഇതും ബ്രാൻഡുകൾ യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ആ ടെക്നിക്സിനും മാച്ചിങ് ആണോ എന്നുള്ളത് നോക്കണം, ചൂസ് ചെയ്യണം. അപ്പോൾ ഇതുവരെ നമ്മളിപ്പോൾ കറക്റ്റ് പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ മനസ്സിലുള്ള ഒരു തോട്ട്, നെഗറ്റീവ്, ഒരു തെറ്റായ തോട്ടുണ്ട്. ആ തോട്ട് കറക്റ്റ് നമുക്ക് ഡിഫൈൻ ചെയ്താൽ റബി, അതായത് എങ്ങനെയാണ് ഒരു ബ്രാൻഡിങ്, എന്താണ് ബ്രാൻഡിങ് എന്ന രീതിയിൽ കറക്റ്റ് ഒരു ഷിപ്പ് എന്ന രീതിയിൽ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് കറക്റ്റ് കവർ ചെയ്തു. അത് കൂടാതെ ബ്രാൻഡ് പേഴ്സോണ എന്താണെന്നുള്ള കാര്യം നമുക്ക് കവർ ചെയ്തു. പക്ഷേ ഇത് കൂടാതെ ഈ ഒരു ടെക്നിക്ക് ഉണ്ടെന്ന് റവി പറഞ്ഞു നിർത്തിയിട്ടുണ്ട്. ആ ടെക്നിക്ക് ആയിരിക്കും നമ്മൾ അടുത്ത വീഡിയോയുടെ കാര്യങ്ങൾ. എത്ര 11 ടെക്നിക്ക് ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ നമുക്ക് അത് അടിപൊളിയായിട്ട് ഡിസ്കസ് ചെയ്യാം. 11 ടെക്നിക്സ് നമ്മൾ അടുത്ത വീഡിയോയിൽ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ആ വീഡിയോ കാണാൻ മറക്കരുത്, അധികം വൈകാതെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു കണ്ടന്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, ഈ കസ്റ്റമർ സൈക്കോളജി നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവണം, നിങ്ങളുടെ ബിസിനസ്സിന് ഹെൽപ്ഫുൾ ആവണമെങ്കിൽ എന്റെയും റബീന്റെ ചാനലിലെ ലിങ്ക് താഴെയുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താഴത്തെ എന്ത് കാര്യങ്ങളും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും താഴെ കമന്റ് പറഞ്ഞാൽ മതി. അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും വരുന്നവരെ